നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സ്പ്ലിറ്റ് AC നമുക്ക് എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കഴിയാവുന്ന ദൂരത്തെ ജോലികളെല്ലാം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു AC ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക. ഇനി എമർജൻസി ആണെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ് പമ്പ് ഡൗൺ എന്നുള്ള സ്റ്റെപ്പ്. ഈ കാണുന്ന എക്സ്റ്റേണൽ യൂണിറ്റിലേക്ക് ഈ പൈപ്പിലും അതുപോലെ തന്നെ ഇൻറ്റേർണൽ യൂണിറ്റിലുള്ള ഗ്യാസിനെ മുഴുവനും സക്ക് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഈ പമ്പ് ഡൗൺ എന്നുള്ള പ്രോസസ്സ്. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ പമ്പ് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ AC റൺ മോഡിലിടുക. AC ഓഫ് ആണെങ്കിൽ റൺ മോഡിലിടുക. അതിനുശേഷം നമുക്ക് 2 ലൈൻ കാണാവുന്നതാണ്. ഇതിൽ ചെറിയ ലൈൻ നമ്മൾ ലിക്വിഡ് ലൈൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വലിയ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്ഷൻ ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് ലൈൻ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു അലൻ കീ ഉപയോഗിച്ചിട്ട് ആ വാൽവ്, അതിനകത്തൊരു വാൽവ് ഉണ്ട്, ഈ അലൻ കീ അങ്ങനെ അകത്തേക്ക് കയറ്റിയിട്ട് നമ്മൾ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റോളം ഈ AC റണ്ണിങ്ങിലായിരിക്കണം. ഇപ്പോഴും റൺ ചെയ്തില്ല, AC ഓഫ് ചെയ്തിട്ടല്ല ഈ പ്രോസസ്സ് ചെയ്യുന്നത്, ഓൺ റണ്ണിങ്ങിൽ തന്നെയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റോളം വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൻ്റെ ക്യാപ്പ് ഊരുക. അതിനുശേഷം നമ്മൾ വലിയ വാൽവും നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതായത് അലൻ കീ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ വലിയ വാൽവും നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഈ വലിയ വാൽവും നമ്മൾ നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. നമ്മൾ പവർ സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുക, AC ഓഫ് ചെയ്യുക. ഇപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം നമ്മൾ ചെയ്ത് AC റണ്ണിങ്ങിലായിരിക്കണം. അതിനുശേഷം നമ്മൾ AC ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മൾ ലൈനുകളെല്ലാം ഡിസ്മാൻഡിൽ ചെയ്യുക. ലൈനുകൾ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ലൈനുകൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ ഇനി റീകണക്ട് ചെയ്യാൻ നേരത്ത് അത് മാറിപ്പോകാത്ത രീതിയിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പൈപ്പ് ലൈനുകൾ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്നും പൈപ്പ് ലൈനിൽ ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇതിലേക്ക് റീസ്റ്റോർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈപ്പ് ലൈനുകൾ ഊരിയെടുക്കുക. പിന്നെ ഇത് നമ്മൾ ചെയ്തേക്കുന്ന ഒരു വീഡിയോ കൊണ്ട് ഒരു സ്പ്ലിറ്റ് AC ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും ഇതുപോലത്തെ സ്പ്ലിറ്റ് ACകൾ സിമ്പിളായിട്ട് നമുക്ക് പമ്പ് ഡൗൺ ചെയ്തിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പമ്പ് ഡൗൺ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പമ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൈപ്പുകൾ കറക്റ്റായിട്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ പൈപ്പ് എന്തെങ്കിലും ഡസ്റ്റോ അല്ലെങ്കിൽ പ്രാണിയൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് ഈ 2 എൻഡ് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്ത് നീറ്റാക്കി എടുക്കുക. ഈ ഒരു പ്രോസസ്സ് ഓൾമോസ്റ്റ് എല്ലാ ACകളിലും വർക്കൗട്ട് ആവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളിത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്ന എമർജൻസി കേസിൽ മാത്രം നമ്മളിത് ഉപയോഗിക്കുക. കഴിയാവുന്നതും ഇതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ടെക്നീഷ്യന്മാരെ കൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ചെയ്യുക. ഇനി അടുത്ത പാർട്ടിൽ നമ്മളിത് എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഇതിന് 2-3 മെത്തേഡ് ഉണ്ട്. നമ്മൾ വാക്യൂം ചെയ്തും പേർജ് ചെയ്തും നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ വാക്യൂം പമ്പിൻ്റെ ആവശ്യമില്ലാണ്ട് തന്നെ ചെയ്യാവുന്നൊരു മെത്തേഡുണ്ട്. പക്ഷേ അത് ഒരു കറക്റ്റ് മെത്തേഡല്ല അത്. എന്നാലും ജസ്റ്റ് നമുക്ക് അടുത്ത പാർട്ടിൽ നമ്മളത് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.